പുക്കാട്ടുപടി മെയിൻ ജംഗ്ഷനിൽ നിന്നും 300 മീറ്റർ മാത്രം ദൂരത്തിലായിട്ട് ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. ഇത് വരുന്നത് ആലുവ, എറണാകുളം, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ ബസ് റൂട്ടിനോട് വളരെ അടുത്താണ്. ഇത് കൂടാതെ തന്നെ എടപ്പള്ളിയിലേക്ക് ഈസി ആക്സസ് ഉണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്ന നല്ലൊരു ലൊക്കേഷനാണ്. രാജഗിരി ഹോസ്പിറ്റൽ വളരെ അടുത്താണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളാണെന്നുണ്ടെങ്കിൽ 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 4 സെൻറ്റ് 50 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 1800 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. സ്പേഷ്യസ് ആയിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. മെയിൻ ബസ് റൂട്ടിൽ നിന്നും കയറി വരുന്ന 4 മീറ്റർ വൈഡ് റോഡാണ് വന്നുള്ളത്. ടൈല് വിരിച്ചിരിക്കുകയാണ്. നേരെ കോമ്പൗണ്ടിനകത്തേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് കൊടുത്തിരിക്കുകയാണ്. നേരെ അകത്തേക്ക് വരാം. ടൈലാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു സ്പേസ് മൺ സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്ലാന്റ്സുകളൊക്കെ നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. കാർ പാർക്കിംഗ് സ്പേസ് ആണ് ഈ കാണുന്നത്. മേലെ റൂഫ് ചെയ്തിരിക്കുകയാണ്. ഷീറ്റ് കൊടുത്തിരിക്കുന്നത് പോളികാർബണേറ്റ് ഷീറ്റാണ്. ഒരു ബ്ലൂ ഷെയ്ഡുള്ള ഷീറ്റാണ് കൊടുത്തുള്ളത്. പൂർണ്ണമായിട്ടും 2 വാഹനങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇവിടെയായിട്ട് ഒരു പവർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, വാട്ടർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വെല്ലും വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ വീടിനകത്തേക്ക് കയറാം. സിറ്റൗട്ട് വന്നിരിക്കുന്നത് നാനോ ടൈലിലാണ്. 2 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് മണ്ണ് നിറച്ചിരിക്കുകയാണ്, അത് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല പ്ലാന്റ്സുകൾ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതുമാണ്. നേരെ അകത്തേക്ക് കയറാം. 2 സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഡോറ് വന്നുള്ളത്. ഒന്ന് വെസ്റ്റ് സൈഡിലേക്കും ഒന്ന് സൗത്ത് സൈഡിലേക്കുമാണ്. 2 സൈഡും ഡോറ് വന്നിട്ടുണ്ട്. വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് വെസ്റ്റിലേക്കാണ്. നമ്മളിപ്പോൾ നേരെ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് കോർണർ സെറ്റീസ് ഇടാവുന്നതാണ്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസാണ് കിട്ടിയിട്ടുള്ളത്. ഫാൾ സീലിംഗ് വർക്ക് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പ്രൊഫൈൽ LED ലൈറ്റ് കൊടുത്തിരിക്കുന്നത് വാം ലൈറ്റ് ആണ്. അതുകൂടാതെ TV യൂണിറ്റ് ആണെന്നുണ്ടെങ്കിലും വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്കിവിടെ ഉണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലൊരു വാൾപേപ്പർ ഡിസൈനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് TV ഇവിടെ ഹാങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ലിവിങ് കിട്ടി. നേരെ ഡൈനിങ് ഭാഗത്തേക്ക് വരാം. ഡൈനിങ് സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടാലും കൺജസ്റ്റ് ആവാത്ത രീതിയിൽ നമുക്ക് നടന്ന് പോകാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് കയറി വരുന്ന എൻട്രൻസിലായിട്ട്. അതായത് ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ വലിപ്പമുള്ളൊരു വിൻഡോസാണ് വന്നുള്ളത്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡിലുമാണ്. അവിടെ 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിനടി കവർ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഇൻവെർട്ടർ വെക്കാനായിട്ട് നമുക്ക് സ്പേസ് ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ വാഷ് കൗണ്ടർ വന്നുള്ളത് ഈ ഭാഗത്താണ്. നാനോ ടൈലിൻ്റെ മേലെയായിട്ട് വാഷ് ബേസിൻ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഒരു ഭാഗത്തേക്ക് മാറ്റി ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇത്രയും സ്പേസ് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. മിറർ വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. കയറി വരുന്ന എൻട്രൻസിനെ സെപ്പറേഷൻ ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം ഇൻഡോർ പ്ലാന്റ്സുകൾ വയ്ക്കാൻ നേരത്ത് നല്ലൊരു ഭംഗി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ നമുക്ക് ഇനി കിച്ചണിലേക്ക് വരാം. കിച്ചൺ വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. മേലെയും കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഫോഗൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. 3 പാളി ജനൽ ഈസ്റ്റ് സൈഡിലും അതുപോലെ തന്നെ സൗത്ത് സൈഡിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ്, അതായത് സൗത്ത് സൈഡിലായിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 ടാപ്പ് വന്നിട്ടുണ്ട്. പവർ പോയിൻ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരാം. 2 സൈഡും കവർ ചെയ്യുന്ന രീതിയിലാണ് വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് വരുന്നുണ്ട്. ഇങ്ങനെ നടക്കാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ആ ഭാഗത്തായിട്ടാണ് കിണർ വന്നുള്ളത്. നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. 2 സൈഡും ലോക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഒന്ന് പോവാം. ഇനി ഫ്രിഡ്ജ് വെക്കാനുള്ളൊരു സ്പേസ് നമ്മൾ നേരെ മിസ്സായിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. കൂടാതെ ഇവിടെ പവർ പോയിൻറ്റും വന്നിട്ടുണ്ട്. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം.
മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഭാഗം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഹെഡ് പൊസിഷൻ വരുന്ന ഭാഗമാണ്. വാൾപേപ്പർ കൊടുത്തിരിക്കുകയാണ്, AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ കൺട്രോൾ സ്വിച്ചസ് ഒക്കെ ഹെഡ് പൊസിഷൻ വരുന്ന ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 13 അടി നീളവും 11 അടി വീതിയിലുമാണ്. ഇവിടെ തന്നെ വാൾഡ്രോബ്സ് വന്നുള്ളത്, മിറർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വരുന്നുണ്ട്, മിക്സറാണ് വന്നുള്ളത്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പെഡസ്റ്റൽ ടൈപ്പിലുള്ള വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്, നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവാണ്. സ്റ്റെയർ നാനോ ടൈലിൽ തന്നെയാണ്, ഒരു ഗ്രിപ്പുള്ള ടൈലാണ് കൊടുത്തുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിലാണ്. ഒരു സൈഡിൽ പകുതി കവർ ചെയ്യുന്ന രീതിയിൽ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. കൈ പിടിച്ചാൽ അഴുക്കാവാത്ത രീതിയിലുള്ളൊരു കളർ പാറ്റേൺ ആണ് വന്നുള്ളത്. അപ്പർ ലിവിങ് സ്പേസ് 2 സെക്ഷനായിട്ടാണ് വന്നുള്ളത്. ഒരു സ്പേസ് വരുന്നത് ഇങ്ങനെയാണ്, വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റഡി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു TV സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, കോക്കറി ഷെൽഫ് വരുന്നുണ്ട്. ഇനി ഇവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒരു വൺ സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെയും ബുക്ക് ഷെൽഫ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1, 2, 3 സെക്ഷനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 14 അടി നീളവും 12 അടി വീതിയിലുമാണ്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈസ്റ്റ് സൈഡിലായിട്ട് നല്ലൊരു വാൾപേപ്പർ ഡിസൈനും വരുന്നുണ്ട്. ഒതുങ്ങി മാറിയിട്ടാണ് നമുക്ക് കബോർഡുകൾ കിട്ടിയിട്ടുള്ളത്. ഇത് നോക്കി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് തന്നെയാണ് ഇതിനും വന്നുള്ളത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, മിക്സർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, പെഡസ്റ്റൽ ടൈപ്പിലുള്ള വാഷ് ബേസിൻ, മിറർ, ലൈറ്റ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. 14 അടി നീളവും 12 അടി വീതിയും ഈ ബെഡ്റൂമിനും കിട്ടിയിട്ടുണ്ട്. ബെഡ്റൂമുകൾക്കെല്ലാം നല്ല സൈസ് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കബോർഡ് സെയിം ഡിസൈനുള്ള കബോർഡ് തന്നെയാണ്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോവാം. ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്. ഒരു സൈഡ് ഗ്രില്ലും ഒരു സൈഡ് പോളികാർബൺ ഷീറ്റുമാണ് കൊടുത്തുള്ളത്. മേലെ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റ്, വാട്ടർ ലൈൻ, വേസ്റ്റ് ലൈൻ. അപ്പോൾ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. അലക്കി വിരിക്കാനായിട്ട് ഇത് തന്നെ ധാരാളമാണ്. ഇനി അത് കൂടാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മേലെ സ്പേസ് ഉണ്ട്. അപ്പോൾ അത് റൂഫ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. നല്ലൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൽ. അതിൽ സ്ക്വയർ ട്യൂബിൽ ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ CNC കട്ടിങ് വരുന്നുണ്ട്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ബാൽക്കണി വന്നുള്ളത്. 3, 4 ചെയർ ഇടാനുള്ള സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. പുക്കാട്ടുപടി മെയിൻ ജംഗ്ഷനോട് വളരെ അടുത്തായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് 50 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 1800 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടി തന്നെയാണ് വീട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 72 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഏത് ദിശയിലേക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ്. അതായത് എടപ്പള്ളി ഭാഗത്തേക്കും തൃപ്പൂണിത്തുറ ഭാഗത്തേക്കും മൂവാറ്റുപുഴ ഭാഗത്തേക്കും ആലുവ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു പീക്ക് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.